അസ്സലാമു എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ വിലപ്പെട്ട രേഖകളാണ്, വിൽപ്പന പകർപ്പാണ് കേട്ടോ. ഒന്ന് അമ്മമാർ ഞങ്ങൾക്കെതിരെ കൊടുത്ത പരാതിയുടെ കോപ്പിയാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ റേഷൻ ഓഫീസിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക്, കളക്ടർ അടുക്ക് ഒക്കെ കൊടുത്തേക്കാണ്. അപ്പോൾ ഈ പരാതി ആർക്കും കൊടുക്കാവുന്ന ഒരു പരാതിയാണല്ലോ. അപ്പം എൻ്റെ അമ്മ എഴുതി കൊടുത്ത പോലെയാണ് എഴുതി കൊടുത്തേക്കുന്നത്. എൻ്റെ അമ്മയുടെ പേരൊക്കെ എഴുതി ഒപ്പിട്ടിട്ടൊക്കെ കാണാനുണ്ട് ഇതിൽ. പക്ഷേ എൻ്റെ അമ്മ അങ്ങനെ ഒരു എഴുതാനോ കുത്താനോ ഒന്നും അറിയാത്ത ഒരാളാണ്. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. 2014 ഇത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ അന്നേ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ആരോപണം കച്ചവടം മുടക്കുക, അതിട്ട് വിൽക്കാനും സമ്മതിക്കില്ല, അതിൽ ജീവിക്കാനും സമ്മതിക്കില്ല. ഓൽക്ക് അങ്ങോട്ട് വെറുതെ കിട്ടണം, ഓൽക്കുള്ള ഓഹരിയിലുണ്ട് എന്നൊക്കെ പറയണേ. അപ്പോൾ ഞാനിതിൻ്റെ നിയമവശങ്ങളൊക്കെ അന്വേഷിച്ചതാണ്. റേഷൻ ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചതാണ്. ഒരു റേഷാളോട് ഞാൻ അന്വേഷിച്ചതാണ്. എന്നിട്ട് ഞാൻ ആധാരം ക്ലിയറാക്കി പുതിയ ആധാരം രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ അതൊന്നും ഇവർക്കറിയില്ല. അപ്പോൾ ഇപ്പം പെട്ടെന്ന് മരിച്ചതാണ് അറ്റാക്കായിട്ട്. അപ്പോൾ ഇവർ കളിക്കുന്ന കളികളാണ് ഇതൊക്കെ. അപ്പോൾ എൻ്റെ അമ്മയുടെ സ്വത്തിലാണ് ജ്യേഷ്ഠത്തിക്ക് അവകാശമുള്ളത്, അതൊക്കെ ഇവർ എടുക്കുകയും ചെയ്ത്. എന്നിട്ട് ഈ എൻ്റെ ഉപ്പാൻ്റെ സ്വത്തിലേക്ക് ജ്യേഷ്ഠത്തിനെ വലിച്ചയച്ചിക്കുക. എന്നിട്ട് ഓളും ഞങ്ങളെതിരെ ആക്കിക്കുക. ഓളും വഴക്ക്, വരാത്ത ആൾ വരിക, കാണാൻ വന്ന്, സ്വത്ത് വയ്ക്കാനായിട്ട് വന്ന്, ഫോൺ വിളിച്ചിട്ട് ഭീഷണി, എൻ്റെ ഭർത്താവിനോട് ഭീഷണിപ്പെടുത്തുക. എന്തൊക്കെയാണെന്നറിയോ, എൻ്റെ ഭർത്താവിനെ കോടതി കയറ്റും, അവളുടെ ഭർത്താവിനെ കൊണ്ട് അവൾ പറയിപ്പിച്ച്. എന്തൊക്കെ പ്രശ്നങ്ങളാണോ, പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ അതൊക്കെ ഇവരുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇവർ തന്നെ സഹോദരങ്ങൾ തമ്മിൽ വഴക്കാം, നാട് മുഴുവൻ പാട്ടാണ് സ്വത്തിന് വേണ്ടിയിട്ട്. ഇത് എന്തോ എങ്ങനെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കും അറിയാൻ വയ്യ. ഇവരെ തറവാട്ട് മുതൽ ഓഹരി വെച്ച തന്നെ വലിയൊരു കഥയാണ്. അനിയന് വീടില്ല എന്നും പറഞ്ഞിട്ട് മക്കളെ കല്യാണം കഴിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് പാടത്തൊരു കുടിലൊക്കെ വെച്ചിട്ട് സമരം നടത്തി വഴക്കും വാക്കാണ് ഉണ്ടാക്കി. എന്നിട്ടാണ് സ്വത്ത് ഭാഗം വെച്ചിരിക്കുന്നത്. അതുവരെ മൂത്താളും രണ്ടാമത്തെ ആളും വെച്ച് അനുഭവിച്ചുകൊണ്ട് വരുന്നത്. അതിൽ അടക്കയും തേങ്ങയും മരങ്ങളും ഒക്കെ. ഇവർ രണ്ടാളും ഭയങ്കര സുഹൃത്തുക്കളും ഫ്രണ്ട്സായിരുന്നു. ഈ രണ്ട് സഹോദരന്മാർ ഇതിൽ പേര് കാണണം. മൂത്തത് കുഞ്ഞീതും കോയക്കുട്ടിയും. പിന്നീട് അവർ തെറ്റി. അത് തെറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാടം തൂർക്കാൻ പാടില്ല, മണ്ണിട്ട് നികത്താണെന്ന് പറഞ്ഞിട്ടൊരു വിഷയം വന്നല്ലോ. അപ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ ഫസ്റ്റ് വന്നിട്ട് മണ്ണ് നീക്കം ചെയ്തത് ഈ അമ്മാവൻ്റെ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ആ മണ്ണിട്ട് തൂർക്കണ വാർത്ത ഉണ്ടായിരുന്നു ചാനലിലൊക്കെ. അപ്പോൾ പെട്ടെന്ന് കളക്ടർ ഓർഡർ ആയതൊക്കെ ഇവിടെയാണ്. എന്നിട്ട് പാടത്തൊക്കെ കമന്ന് കിടക്കുകയായിരുന്നു എല്ലാവരും കൂടിയിട്ട്. അങ്ങനെയൊരു കഥ ഉണ്ടായി. പാടം തൂർത്ത് വീട് വെക്കുക. അപ്പോൾ പാടം തൂർത്ത് കുറച്ച് കാലം ഇപ്പോൾ അടുത്ത് മൂത്ത മകൻ വീട് വെച്ച്, വീടൊക്കെ ആയപ്പോൾ മൂത്ത മകനിപ്പോൾ സുഖമില്ല, ക്യാൻസറും കാര്യങ്ങളൊക്കെയാണ്, സുഖമില്ലാണ്ടായി. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവർ ആളും നാഥനും ഇല്ലല്ലോ. എൻ്റെ ഒപ്പം മരിച്ച്, ഞങ്ങൾക്ക് ഇക്കരാങ്ങളെ കുട്ടിയില്ല, എൻ്റെ അമ്മക്ക് ആൺകുട്ടികളില്ല. ഉമ്മാനെ കല്യാണം കഴിക്കുക, എല്ലാം ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് മുതൽ തട്ടിപ്പറിച്ച് എടുക്കുക. ഇവരിങ്ങനെ മുതലുണ്ടാക്കുക. എൻ്റെ അമ്മ അതിന് വേണ്ടിയിട്ടൊരു പൊട്ടത്തി. അപ്പോൾ ഇനി അതുപോലെ ചെയ്യാൻ വേണ്ടി നോക്കി. എന്തായാലും എൻ്റെ ബന്ധം ആദ്യത്തെ പിരിച്ച് നിങ്ങളെ രണ്ടാക്കുമെന്ന് അറിഞ്ഞു. എന്നിട്ട് അത് കുബുദ്ധിയൊക്കെ പ്രയോഗിച്ച് എൻ്റെ ആദ്യത്തെ ഭർത്താവിനെ നാണം കെടുത്തി. അവന് മുതലിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഉമ്മാനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയിരിക്കണത്, ആ മുതൽ എടുക്കാൻ നോക്കുകയാണ് പറഞ്ഞിട്ട് അതിനെ ഇപ്പം എൻ്റെ രണ്ടാമത്തെ ഭർത്താവിനെതിരെ പേരും വെച്ച് എൻ്റെ ഭർത്താവിന് ഞാൻ എൻ്റെ വീട്ടിലല്ലാതെ ഞാൻ എവിടെ നിർത്തുക, എൻ്റെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. പരാതിയുടെ കോപ്പി അറിഞ്ഞുണ്ടിട്ട് ഇതിൻ്റെ ഒരു പേജുകൾ കണ്ടില്ലേ, ഒരു പേജും കൂടി പബ്ലിഷ് ചെയ്യാണ്ട്. അത് നാട്ടുകാർക്ക് വായിക്കാൻ പറ്റില്ല. അമ്മായിരാണ് അതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരിക്കൽ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ നോക്കി എൻ്റെ ഭർത്താവിനെ.
അപ്പോൾ ഇവർ ഇമ്മാതിരിയൊക്കെ കുറേ ദ്രോഹങ്ങൾ നടത്തി. പക്ഷെ അതൊന്നും എൻ്റെ അടുത്ത് വരെ പോവില്ല. ഞാൻ എതിർക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് ആണുങ്ങൾ പാടില്ല. ആണുങ്ങളൊക്കെ വരട്ടി ഓടിക്കുക, എന്നിട്ട് ആ മുതലാണ്ട് കൈവശപ്പെടുത്തുക. അതാണ് ഇവരെ തൊഴിൽ. ഈ 2 സഹോദരന്മാർ. എനിക്ക് പറയാനൊരു മടിയില്ല. എല്ലാവരും വീഡിയോ കാണുന്നതാണ്, എല്ലാവരും കാണും, ഇവർ ബന്ധുക്കളും കാണും. അത് എനിക്കറിയാം, എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ സത്യാവസ്ഥ ഞാൻ പറയുകയും ചെയ്യും, വിളിച്ച് പറയുകയും ചെയ്യും. എന്നെ കൊന്നാലും ഞാൻ പറയും. എനിക്ക് വധഭീഷണി വരെ ഉണ്ട്. അതാണ് ഞാൻ ഒന്ന് വിട്ടകന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ മുതൽ വിറ്റ് പോവരുത് എന്ന് വെച്ചിട്ട് ചെയ്തു വെച്ച പണിയാണത്. ഇത് ഞങ്ങൾ കളക്ടറുടെ പോകണം, കോടതി പോകണം, കേസ് വിടണം, ഇവരൊക്കെ വിളിപ്പിക്കണം, ഇവരൊക്കെ പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെളിയിക്കണം. പിന്നെ ഭാഗത്ത് ആരുമില്ല, ഇവർ ഒറ്റക്കെട്ടാ. അപ്പോൾ ഞങ്ങളെ ചെറിയ ചാനലിൽ വാർത്ത കൊടുത്തിരുന്നു. അപ്പോൾ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്താൽ ഒന്നിച്ചിളകും. അപ്പം ഞാൻ തന്നെ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പബ്ലിഷ് തന്നെയാണിത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലം ഇതിനിപ്പോൾ ഒന്നിനും പറ്റില്ല. പാലാണ്, അവിടെ ഇവിടെയും പാലാണ്, രണ്ട് റോഡിൻ്റെ നടുക്കാണ് ഇപ്പോൾ ഈ സ്ഥലം കിടക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് പാടമുണ്ടായ കൃഷിഭൂമി, അത് മൂത്താൾ കൈവശപ്പെടുത്തി. രണ്ടാമത്തെ ആൾ പേരിൽ ഇപ്പോഴും കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ട്. ഇനി അത് വേറെ മറിച്ച് വിറ്റോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങേ കള്ളി ഇതാ കാണുന്ന റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൃഷിഭൂമി ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഉമ്മാൻ്റെ സ്വത്തായിരുന്നു. അപ്പോൾ ആ റോഡ് വന്നിട്ടില്ല, മെയിൻ റോഡ്. ആ കാണുന്ന റോഡ് എൻ്റെ ഉമ്മാൻ്റെ സ്ഥലത്ത് കൂടെയാണ് വന്നിട്ടുള്ളത്. പഴയ റോഡ് ഇപ്പോൾ ഞങ്ങൾ ഈ വണ്ടി പോണ റോഡാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരെ നയങ്ങൾ. ഇവർക്കെതിരെ ആര് പോവും? കേസിന് പോകാൻ കാശില്ല. എൻ്റെ സുഖമില്ലാത്തമാനായിട്ടേക്ക് നടക്കാൻ കഴിയൂല. അതൊക്കെ അവർക്കറിയാം. എന്തായാലും പടച്ചോൻ്റെ കോടതിയിൽ നിന്ന് അങ്ങോട്ട് തീരുമാനം ഉണ്ടാവും. അതെനിക്ക് ഉറപ്പാണ്. പടച്ചോൻ തീരുമാനിക്കട്ടെ. പടച്ചോൻ്റെ കോടതിയിൽ നിന്ന് ദുനിയാവുന്ന തന്നെ കൊടുത്തോളും. അതുവരെ ഞാൻ കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ഇപ്പോൾ ഈ 40 വർഷം കാത്തിരുന്നില്ലേ. അപ്പോൾ ഈ കാണുന്ന സഹോദരന് മാത്രമേ സ്നേഹമുള്ളൂ കേട്ടോ. അതിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ പോവാറുള്ളൂ, സംസാരിക്കാറുള്ളൂ, അവിടുന്ന് ഉള്ളി വെള്ളം കുടിക്കുള്ളൂ. അത് മാത്രം ഒന്നും ഉണ്ടാക്കിയിട്ടിട്ടുമില്ല, സമ്പാദിച്ചിട്ടുമില്ല. അതിൻ്റെ ഓഹരി സ്വത്ത് തന്നെ, ഇതിൻ്റെ പാടിയും മാടി സ്വത്ത് തന്നെ ഭാര്യയുടെ പേരിലാണ്. എന്തായാലും ഞാൻ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോയില്ലല്ലോ, ഞാനങ്ങ് പോവും. ഓൽക്കുള്ള തന്നെയല്ലേ. അപ്പം അതിൻ്റെ ഒരു നയാണത്. അതൊരു പാവം. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും കേട്ടിട്ടങ്ങ് നിൽക്കും. കുറേ കാലം മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് ഇപ്പോൾ നാട്ടിലുള്ളത്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് ജീവിക്കുന്ന പെൺകുട്ടികളാണ്. പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുത്ത് പറഞ്ഞാൽ മനസ്സിലാവും ഏറെക്കുറെ എൻ്റെ വിഷമങ്ങളൊക്കെ. ഞാനൊരു പെണ്ണല്ലേ, ഞാനങ്ങനെ ചോദിക്കല്. ഞാനൊരു പെൺകുട്ടിയല്ലേ, അതെന്താ നിങ്ങളൊക്കെ മനസ്സിലാക്കാത്ത? എനിക്കൊരു പരിമിതികളില്ലേ. ആണും പെണ്ണും രണ്ട് തന്നെയാണ്. അതെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറഞ്ഞാൽ വിദ്യാഭ്യാസമല്ലേ, സുഖമില്ലാത്തമാനായിട്ട് എനിക്ക് ജോലിക്ക് നിൽക്കണതും പോണതൊക്കെ ഒരു പരിധി ഉണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ എൻ്റെ മനം നോക്കുന്നുണ്ട്, പരിമിതിക്കനുസരിച്ച്. പക്ഷെ ഇവർ പറഞ്ഞ എന്താണ്, ഞാൻ അമ്മാനെ നോക്കണില്ല, അമ്മയുടെ സ്വത്തൊക്കെ അപഹരിച്ച് ഞാൻ കുറേ വിറ്റ് നശിപ്പിച്ച്. ഞാനൊരു സ്വത്തും വിറ്റിട്ടില്ല. വിറ്റ് എന്നുള്ളതിൻ്റെ തെളിവും വിൽപ്പന പകർപ്പാണ് മക്കളെ ഞാനിതിലിട്ട പേപ്പർ. ഇനി ഇതൊക്കെ തെളിയിക്കേണ്ടവർ തെളിയിക്കട്ടെ, ഉദ്യോഗസ്ഥർ തെളിയിക്കട്ടെ, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇതിൻ്റെ ആധാരം ഞാൻ ഈ 2014 ഇവർ ഈ പരാതി കൊടുത്തില്ലേ, അന്ന് കളക്ടർ ഓഫീസിൽ ഞാൻ കൊണ്ടുപോയിട്ടതാണ്. എനിക്ക് സ്വത്ത് വേണ്ട സാറേ, ഞാൻ അധ്വാനിച്ച് ജീവിച്ചുകൊണ്ട് ഇതും കൂടി അവരോട് എടുത്തോളാൻ പറയും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ അതിൻ്റെ ഒരു ചെറിയ ആധാര പേപ്പർ ഉണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ വാങ്ങിക്കൊടുന്നിട്ടില്ല. അതിൻ്റെ മാടത്തിരിക്കണത് എനിക്ക് സേഫ് അല്ല എന്ന് തോന്നി. ഉമ്മാനോട് പിന്നെ എന്ത് അങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ട് എടുക്കില്ല. മകളാരെ പേടിയാണ്. ഓല് കൊല്ലും ഈ ഒരൊറ്റ വർത്താനം.